അപകടങ്ങൾ തുടർക്കഥ. എന്നിട്ടും ഒരു നിയന്ത്രണവുമില്ലാതെ പല ദേശത്തു നിന്നും പല ഭാഗത്തു നിന്നും കുട്ടികളും സ്ത്രീകളും അടക്കം അയ്യപ്പനോവിലേക്ക് എത്തുന്നത് ഒരു നിയന്ത്രണവുമില്ലാതെ. ഒരു പൊതു വിനോദസഞ്ചാര കേന്ദ്രമല്ല അയ്യപ്പനോവ് വെള്ളച്ചാട്ടം. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള ഒരു വെള്ളക്കുഴിയാണ്. ഇതിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ഏറ്റവും ദുർഘടം പിടിച്ച വഴിയും. ഈ വഴികളാണെങ്കിൽ മറ്റു പല വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള പറമ്പുകളാണ്. ഇന്ന് അയ്യപ്പനോവിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ടയാളെ ആംബുലൻസിലെത്തിക്കുവാൻ പെട്ടപാട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് മാത്രമേ അറിയൂ. അപകടം നടക്കുന്ന സമയത്ത് ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആസാദ് 14-ാം വാർഡ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിനായി അവിടെ എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും 14-ാം വാർഡ് ഗ്രാമസഭയിൽ അയ്യപ്പനോവിലേക്കുള്ള 150 മീറ്റർ നീളത്തിലുള്ള റോഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു. അയ്യപ്പനോവുമായി ബന്ധപ്പെട്ട് KT ആസാദ്, ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആസാദ് പറയുന്നത് ഇങ്ങനെയാണ്. ആദവനാട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ അയ്യപ്പനോവ് പ്രദേശത്ത് ഇന്ന് ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. അയ്യപ്പനോവ് വെള്ളച്ചാട്ടം എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകൾ അത് കാണാൻ വേണ്ടി അവിടെ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ള പ്രധാന പ്രശ്നം താഴെ വന്ന് ആളുകളൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുകയാണ്. ഇതിന്റെ മുമ്പൊക്കെ അപകടം കാര്യങ്ങളൊക്കെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരം സൂചനാ ബോർഡുകളും ആ പ്രദേശം ഒരു സ്വകാര്യ വ്യക്തിഗതമാണ്. അപ്പോൾ അവിടെ ഇതുപോലൊരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കോറി ഈ അയ്യപ്പനോവിന് ചുറ്റും കമ്പിവയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തകർത്തിട്ട് വീണ്ടും ആളുകളെ കോറിയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ വാഹനം, പ്രത്യേകിച്ച് ഇപ്പം ഇന്നൊക്കെ ഒരു ആംബുലൻസ് വന്നപ്പോൾ ഇങ്ങോട്ട് അയ്യപ്പനോവിന്റെ താഴെ ഭാഗത്തേക്ക് വരാൻ വളരെ പ്രയാസം. അപ്പോൾ ഈ വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ട ആളെ കൊണ്ടുപോകാൻ കുറെ പ്രയാസമാണ്. ഏകദേശം ഒരു 150 മീറ്ററും കൂടി താഴോട്ട് പോന്നാൽ മറ്റേ റോഡിലേക്ക് ടച്ച് ചെയ്യും. അപ്പോൾ ഉടനെ തന്നെ റോഡ് യാഥാർത്ഥ്യമാക്കണം. ഇന്ന് ഗ്രാമസഭ ഉണ്ടായിരുന്നു 14-ാം വാർഡിൽ. ആ ഗ്രാമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഉടനെ തന്നെ ബന്ധപ്പെട്ട അവിടെ ആ പ്രദേശത്തുള്ള സ്വകാര്യ വ്യക്തിയെ കണ്ട്, അദ്ദേഹത്തിന്റെ ഭൂമിയാണ്, അവിടെ വേണ്ട സുരക്ഷകളൊക്കെ ഒരുക്കുന്നതാണ്. റോഡില്ലാത്തതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ പലപ്പോഴും ഉണ്ടാകാറ്. ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാനും ആംബുലൻസിൽ എത്തിക്കുവാനുമുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പലപ്പോഴും സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥല ഉടമകൾ മുള്ളുവേലി കെട്ടിയും പഞ്ചായത്ത് അപകട ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നീട് ഇവിടെ നിന്നും കാണാതാവുകയോ നശിപ്പിക്കപ്പെടുകയാണ് സ്ഥിരം പതിവ്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വരുന്നവർ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടും അവിടെ തട്ടിയിട്ടും പറിച്ച് ഒഴിവാക്കാണ്. കമ്പിവേലിയൊക്കെ കെട്ടിയിരുന്നത് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ വരുന്നവർ. അവരിത് ഈ ഫേസ്ബുക്കിൽ നിന്നും ബാക്കിയുള്ളവരിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കണ്ടിട്ട് കിട്ടിയവരെ പറമ്പ് കൂടെ കയറിയിട്ട് നശിപ്പിച്ചിട്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവരല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഈ അയൽവക്കത്തെ, ഞങ്ങളെ പോലത്തെ അയൽവക്കത്തവർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഉടനെ കാണേണ്ടി വരും. ഇന്നത്തെ അപകടത്തിൽ താനൂർ കാളാട് സ്വദേശി 35 വയസ്സുള്ള ഷംസുദ്ദീൻ എന്ന യുവാവാണ് മരണപ്പെട്ടത്. ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയോ ഇതിലേക്ക് വെറും 150 മീറ്റർ നീളത്തിൽ സർക്കാർ റോഡ് നിർമ്മിക്കുകയോ ചെയ്താൽ വരും കാലങ്ങളിൽ വലിയ അപകടങ്ങൾക്ക് വലിയ രീതിയിൽ പരിഹാരമാകും എന്നുള്ളതാണ് നാട്ടുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.